എടാ, പറഞ്ഞ കാര്യം എന്തായി? നീ ആ ലിയോനെ കുറിച്ച് അന്വേഷിച്ചോ? അല്ല, എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക. ഏട്ടൻ എന്തിനാ അവനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത്? അവൻ മഹാ തരികിടയാ, ഒരു പോക്കിരി. അവൻ പോക്കിരിയാണെങ്കിലേ അതിനപ്പുറത്ത് പോക്കിരിയാ ഞാൻ. നീ ആദ്യം പറയുന്നത് കേക്ക്. അവനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കിട്ടണം, കേട്ടല്ലോ? ഓ, ശരി. വൈകുന്നേരത്തിനുള്ളിൽ ഫുൾ ഡീറ്റെയിൽസും കൊണ്ട് ഞാൻ വന്നേക്കാം. ഹലോ, എന്ത് പറ്റി? ഇത് എന്താലോചിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നേ? നമ്മുടെ വല്യേട്ടനെ കാര്യായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. എന്തു പറ്റാൻ? കുഞ്ഞേട്ടൻ വെറുതെ തോന്നുന്നതായിരിക്കും. അല്ലടി കുരിപ്പ, ഞാൻ കാര്യായിട്ട് തന്നെ പറഞ്ഞത്. ആ ലിയോ ഇല്ലേ, ആ മാഫിയ, അവനെ കുറിച്ച് ഡീറ്റെയിൽസ് അന്വേഷിച്ച് കണ്ടെത്തി തരാൻ പറഞ്ഞു. ഞാൻ പിന്നെ തിരക്കിനിടയിൽ അത് മറന്നുപോയി. ഇന്ന് രാവിലെ വന്നപ്പോൾ അവൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാ ഏട്ടൻ ഫസ്റ്റ് ചോദിച്ചത് തന്നെ. നമ്മളെക്കുറിച്ചോ? ഏട്ടനില്ലാതിരുന്ന ഇത്രയും ദിവസം നമ്മൾ എങ്ങനെ ജീവിച്ചെന്നോ ഒന്നും ഏട്ടൻ ചോദിച്ചില്ല. വൈകുന്നേരത്തിന് മുൻപ് അവൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് കിട്ടണമെന്നാ കൽപ്പന. അതാണോ ഇത്ര വലിയ കാര്യം? അത് ചിലപ്പോ ഏട്ടന് വല്ല കൊട്ടേഷൻ കിട്ടിക്കാണും ഈ ലിയോനെ തട്ടാൻ. ചിലപ്പോ അതിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചത്. ഇത് നേരിട്ട് ഏട്ടനോട് തന്നെ ചോദിക്കായിരുന്നില്ലേ? അപ്പൊ പറഞ്ഞു തരില്ലേ? കോപ്പാണ്. ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചതാ, പക്ഷേ ഏട്ടൻ പറഞ്ഞു തന്നില്ല. എന്നോട് അതൊന്ന് അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞു. ഇത്രയും ഉറപ്പായ അനിയത്തിക്കുട്ടിക്ക് എങ്കിൽ നേരിട്ട് പോയി ചോദിച്ചിട്ട് അതെന്താന്ന് ഈ ഏട്ടനോടൊന്ന് വന്ന് പറയാമോ? അത്രയല്ലേ വേണ്ടു. അത് എനിക്ക് വിട്ടതാ, ഞാൻ സെറ്റാക്കി തരാം. ഇതാര്? സിദ്ധാർത്ഥ് മേനോനോ? ദ ഗ്രേറ്റ് മാഫിയ കിങ്. എന്താ ഈ പാവം അടിയന്റെ വീട്ടിലേക്ക് ഒരു വിസിറ്റ്? ആര്? നീയാണോ ലിയോ പാവം? നീയും ആളും ഒട്ടും മോശമില്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനിപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം അതും നിനക്ക് നന്നായിട്ടറിയാം. നീ എന്തിനാ വെറുതെ നിന്റെ ചേട്ടൻ്റെ മോളെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് സിദ്ധാർത്ഥ്. ഈ കാര്യത്തിൽ താൻ ഇടപെടേണ്ട ആവശ്യമില്ല. ഇത് ഞാനും നിങ്ങൾ പറഞ്ഞ എൻ്റെ ചേട്ടനുമായിട്ടുള്ള ഡീലിങ്സാ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. നിന്റെ ബ്രദർ ഡേവിഡ്, അവനും ഞാനും ഒരുമിച്ച് പഠിച്ചതാ. അതുമാത്രമല്ല, അവന് എൻ്റെ നല്ലൊരു സുഹൃത്തും കൂടിയാ. അവനൊരു പ്രശ്നം വന്നാൽ ഞാൻ എന്തായാലും ഇടപെടും. അവൻ്റെ പ്രശ്നം സോൾവ് ആക്കാനാണ് താൻ വന്നതെങ്കിൽ അവൻ തരാനുള്ള 5 കോടി രൂപ എനിക്ക് താ, എന്നിട്ട് മതി സംസാരം. 5 കോടി രൂപ തരാതെ ഈ പ്രശ്നം ഞാൻ സോൾവ് ആക്കിയാലോ? ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഡേവിഡിൻ്റെ മോളെയും കൊണ്ടേ ഇവിടുന്ന് തിരിച്ചു പോകും. നിനക്ക് എതിർക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് എതിർത്ത് നോക്ക്. എങ്കിൽ താനൊന്ന് ശ്രമിച്ചു നോക്ക്. എന്നെയും ഈ നിൽക്കുന്ന എൻ്റെ ആൾക്കാരെയും മറികടന്ന് അവളെയും കൊണ്ട് ഇവിടെ നിന്ന് പോകാൻ തനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ താൻ കാണിക്ക്. നീ പറഞ്ഞ പണി ഞാൻ നല്ല വെടിപ്പായിട്ട് ചെയ്തു തീർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നിന്നെ തല്ലാത്തത് അതിനൊരു റീസൺ ഉണ്ട്. തൽക്കാലം മോനതറിഞ്ഞാൽ മതി. അപ്പോൾ
ഞാൻ പോട്ടെ. പിന്നെ നിന്റെ ചേട്ടൻ്റെ മോളെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം ഞാൻ തോറ്റു. പക്ഷേ നീ ചെവി നുള്ളിക്കോ, ഇതിന് ഞാൻ പകരം ചോദിച്ചിരിക്കും. പകരം വീട്ടാൻ നിനക്ക് ഞാനൊരു അവസരം തരാം. അതിനു മുമ്പ് നീ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഇന്ന് വൈകിട്ട് എൻ്റെ വീട്ടിലേക്ക് നീ ഒന്ന് വരണം. വന്നതിന് ശേഷം എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ ഒരു കാരണം കൊണ്ട് മാത്രം ഞാൻ നിന്നെ തല്ലാതെ വെറുതെ വിടുന്നത്. അപ്പോൾ ആ റീസൺ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് നൈറ്റ് കൃത്യം 10 മണിക്ക് എൻ്റെ വീട്ടിലേക്ക് വാ. ഏട്ടാ, ഞാനറിയാതെ ഇവിടെ എന്താ നടക്കുന്നേ? മോളറിയാതെ ഈ വീട്ടിൽ എന്ത് നടക്കാനാ? മോളെന്താ വെച്ച കാര്യം പറ. പിന്നെ ഇതൊക്കെ എന്താ ഏട്ടാ? ഇവിടെ ആരാ വരുന്നത്? എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ? ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോ ഇതൊന്നും ഞാൻ അറിയുന്നില്ല എന്നല്ലേ അർത്ഥം? ഓഹോ, അതായിരുന്നു. അത് വേറൊന്നുമില്ല. മോൾക്കറിയില്ലേ ലിയോനെ? അവനെ ഏട്ടൻ ഇന്ന് ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അവനെ സൽക്കരിക്കാൻ വേണ്ടിയിട്ടാ ഇതൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്ത്? ആ തെമ്മാടിയെയോ? അവനെയൊക്കെ എന്തിനാ ഏട്ടാ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്? അയാള് മഹാലമ്പ. ഏട്ടൻ അറിഞ്ഞൂടെ? മോളെ, ഏട്ടൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഒരാളെ നമ്മൾ അങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ല. അവൻ ഇപ്പം അലമ്പായിരിക്കാം, പക്ഷേ പണ്ട് അവ ഒരുപാട് നല്ലവനായിരുന്നു. അവൻ്റെ സാഹചര്യങ്ങളാ അവൻ ഇങ്ങനെയാക്കി മാറ്റിയത്. ദിക്കുരിപ്പ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നമ്മുടെ ഏട്ടനെ എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. എന്താടാ അവിടെ ഒരു സ്വകാര്യം പറച്ചില്? പിന്നെ അവൻ നമ്മുടെ ഗസ്റ്റായിട്ടാ ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അവനോട് ആ രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മളെല്ലാവരും പെരുമാറേണ്ടത്. മനസ്സിലായല്ലോ രണ്ടാൾക്കും? ആഹാ, പറഞ്ഞതുപോലെ ഷാർപ്പ് 10 o'clock തന്നെ എത്തിയല്ലോ. ഞാൻ കരുതിയത് ലിയോ വരില്ലെന്നാ. തൻ്റെ ആദ്യത്തെ മര്യാദ സ്വീകരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തോ ഒരു രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അതറിയാൻ വേണ്ടി മാത്രം ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. എൻ്റെ നേരം കളയാതെ അതങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പോവായിരുന്നു. എന്തായാലും നീ ഇത്രയും ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വന്നതല്ലേ, അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് സാവധാനത്തിൽ സംസാരിക്കാം. നീ ടെൻഷനൊന്നും അടിക്കണ്ട. ഇതിൽ വിഷമൊന്നും കലർത്തിയിട്ടില്ല. നല്ല ഫുഡാ, നിനക്ക് വിശ്വസിച്ച് തന്നെ കഴിക്കാം. ഈ ടെറസിൽ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായല്ലോ. ഇനിയെങ്കിലും താൻ ഒന്ന് പറയൂ, എന്തുകൊണ്ടാ എന്നെ തല്ലാതിരുന്നെന്ന്? നിന്നെ തല്ലാതിരുന്നതിന് ഒരേ ഒരു റീസണേ ഉള്ളൂ. ബിക്കോസ് ഐ ലവ് യു. താനെന്താ തമാശ പറയാണോ? ലിയോ, ഐ എം നോട്ട് ജോക്കിംഗ്, ഐ എം ഡാം സീരിയസ്. ഓ പിന്നെ ഒരു സീരിയസ് കാര്യം, ഒന്ന് കളിയാക്കാതെ പോടോ. ലിയോ, ഞാൻ സീരിയസ് ആയി തന്നെയാ പറഞ്ഞത്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. എനിക്ക് ചെറുപ്പം മുതലേ നിന്നെ ഇഷ്ടാ. ഞാനൊരു ഗേയാ. പിന്നെ ആ സമയത്തൊക്കെ നിന്റെ അടുത്ത് ഇതെങ്ങനെ പറയണമെന്ന് എനിക്കൊരു പിടിയില്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഇത്രയും കാലം ഇതൊക്കെ ഉള്ളിലൊതുക്കിയിരുന്നത്. ഇനി എനിക്ക് പറ്റില്ലല്ലയോ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ആയിരിക്കാം, പക്ഷേ അത് പറഞ്ഞ് ഞാൻ തന്നോട് തിരിച്ചിഷ്ടമാണെന്ന് പറയുന്നു താൻ വിചാരിക്കുന്നുണ്ടോ? അതിന് ലിയോ വേറെ ജനിക്കണം.
എനിക്ക് ഇത്തരത്തിലുള്ള ഒരു ഫീലിങ്സിലും വിശ്വാസമില്ല, പ്രത്യേകിച്ച് ഒരു ബന്ധങ്ങളോടും. അറിയാലോ, എൻ്റെ എല്ലാ ജീവചരിത്രവും അറിയുന്ന ഒരാളല്ലേ, അപ്പോൾ ലിയോനെ കുറിച്ച് നന്നായിട്ട് അറിയാൻ എനിക്കറിയാം. ലിയോ പ്ലീസ്, നിനക്ക് എനിക്കൊരു ചാൻസ് തന്നൂടെ? ചാൻസ്? അതും ഈ ഞാൻ? താൻ ഈ ഒരു സ്നേഹത്തിൻ്റെ പുറത്താണ് എന്നെ തല്ലാതിരുന്നെങ്കിൽ തനിക്ക് എന്നെ ഇതിന് ഭേദം തല്ലുന്നതായിരുന്നു നല്ലത്. പിന്നെ താങ്ക് യു ഫോർ ദ ഡിന്നർ. അപ്പോൾ ഗുഡ് ബൈ. പ്ലീസ് ലിയോ, പ്ലീസ് എന്നൊന്ന് മനസ്സിലാക്ക്. ലിയോ, നീ എന്തിനാ ഈ ബാറിൽ വന്നിരുന്ന് കുടിക്കണത്? നിനക്ക് കുടിക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് കുടിച്ചാ പോരെ? ലിയോ, കുടിച്ചത് മതി, വാ വീട്ടിൽ പോവാം. ഈ ഒരു അവസ്ഥയിൽ നിനക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. പതുക്കെ നീ ഇവിടെ റെസ്റ്റ് എടുക്ക്, ഞാൻ നിന്നെ പിന്നെ വന്ന് കണ്ടോളാം. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇന്ന് തന്നെ തീർത്തേക്കണം ആ ലിയോയെ. ഇനി ഇതുപോലെ ചാൻസ് കിട്ടിയെന്ന് വരില്ല. ഓക്കെ സാർ, പറഞ്ഞതുപോലെ ചെയ്യാം. ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാ. അതെ, ഞാൻ ഒരുപാട് നാളായി ഇങ്ങനെ ഒരു കണ്ടുമുട്ടലിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നമുക്ക് ഒരുപാടുണ്ടല്ലോ കടം വീട്ടാനായിട്ട്. ഇന്ന് ഈ നിമിഷം ഞാൻ എൻ്റെ എല്ലാ കടവും വീട്ടുന്നതായിരിക്കും, നിന്നെ തീർത്തുകൊണ്ട്. അതിന് മാത്രം നീ മുതിർന്നോ? മുതിർന്നോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. തല്ലിക്കൊല്ലടാ ഈ നായിന്റെ മോനെ. ഞാൻ ഒരാള് കാരണം ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചത്. ഞാൻ കാരണം സിദ്ധേട്ടൻ. മോനെ, നീ ഇങ്ങനെ കരയാതെ, അവനൊന്നും പറ്റില്ല. നീ കാരണമൊന്നുമല്ല, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. സോറി ചായ. ഞാൻ നിങ്ങളൊന്നും പറയാതെ, നിങ്ങളുടെ ഒന്നും വാക്ക് കേൾക്കാതെ ഇങ്ങനെ നടന്നതുകൊണ്ടാ ഇതൊക്കെ സംഭവിച്ചത്. നമ്മുടെ അപ്പൻ ചെയ്ത തെറ്റിന് ഞാൻ ഈ ചായനെ ഒരുപാട് വേദനിപ്പിച്ചു. എന്നോട് ക്ഷമിക്കിച്ചായ. ഇനി ഒരിക്കലും ഞാൻ ഈ ചായനെ വേദനിപ്പിക്കില്ല. വിഷമിക്കാതെടാ, നീ ഇപ്പോഴെങ്കിലും എല്ലാം മനസ്സിലാക്കിയല്ലോ, അത് മതി. ഈ ചായന് നിന്നോട് ഒരു ദേഷ്യവുമില്ല. നീ അപ്പോഴും ഇപ്പോഴും എപ്പോഴും
എന്റെ കുഞ്ഞനുജൻ തന്നെയാ. പേഷ്യന്റിന് ബോധം തെളിഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് കയറി കാണാം. താങ്ക് ഗോഡ്. ഡോക്ടർ, ഞാൻ കയറി കണ്ടോട്ടെ? പേഷ്യന്റിനെ കൊണ്ട് അധികം സംസാരിപ്പിക്കരുത്, ശ്രദ്ധിച്ചോളൂ. സോറി സിദ്ധുവേട്ട, ഞാൻ കാരണം സിദ്ധുവേട്ടനിപ്പോ. നീ വിഷമിക്കൊന്നും വേണ്ട. നീ കാരണമൊന്നല്ല. ഞാനൊരു മാഫിയല്ലേ. അപ്പോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്നതൊക്കെയല്ലേ. പക്ഷെ എനിക്ക് ആദ്യമായിട്ടാ ഇങ്ങനെ സംഭവിച്ചത്. അതിന് നീ ഒരു റീസൺ ആയിന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നീ അതോർത്ത് വിഷമിക്കും വേണ്ട. എന്നാലും എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ സിദ്ധുവേട്ടൻ. എടാ, നീ ഇങ്ങനെ കരയാതെ. നീ കരഞ്ഞ എനിക്ക് സഹിക്കില്ല. ഇപ്പോ നിനക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അന്ന് പറഞ്ഞ കാര്യം നിനക്കൊന്ന് റീതിങ്ക് ചെയ്തൂടെ? ഈ ചിരിയുടെ അർത്ഥം നിനക്ക് ഓക്കെ ആണെന്നാണോ? ആ, എനിക്ക് സമ്മതാ.